മാതാവിന്റെ ജനന തിരുനാളിലെ സമാപന ദിവസമാണ് ഇന്ന്. മണർകാട് പള്ളിയിൽ മാതാവിന്റെ ആ ഫോട്ടോ വർഷത്തിലൊന്ന് തുറക്കപ്പെടുന്നു. ആ തുറക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. മണർകാട് പള്ളിയിൽ തുറക്കുന്നതിന്റെ തലേ ദിവസത്തെ തന്നെ ജനസമുദ്രം ആ പള്ളിക്കകത്ത് തടിച്ചുകൂടി നിൽക്കും. അതിന്റെ അധികാരികളായ വൈദികരോ അവരുടെ തിരുമേനിയോ ആരെങ്കിലും ആയിരിക്കും അത് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം, ജനങ്ങൾ ആർത്ത് വിളിക്കുന്നു, കരയുന്നു, ബഹളം വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഇത് തന്നെ നമ്മുടെ ഒരു അന്ധവിശ്വാസമാണ്. മാതാവ് ഒരിക്കലല്ല, ഒരു വർഷത്തിലൊരിക്കലല്ല തുറന്ന് നമുക്ക് ദർശനം തരുന്നത്. ആദ്യം വിശ്വാസ സമൂഹം ഒന്ന് വിശ്വാസത്തിലേക്ക് വരണമെന്ന് ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. നമ്മുടെ കൃപാസനത്തിൽ നമ്മൾ കാശ് കെട്ടിവെച്ചെങ്കിൽ, ഉടമ്പടി എടുത്തെങ്കിലേ മാതാവ് അനുഗ്രഹിക്കുള്ളെന്നുള്ള അന്ധവിശ്വാസം ക്രിസ്ത്യ സമൂഹത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളോട് ആത്മാർത്ഥമായി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനം 53:2 പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഏത് നേരത്തും നമ്മുടെ കൂടെ, ഏത് സമയത്തും, രാത്രി പകൽ ഏത് സമയത്തും നമ്മുടെ കൂടെയുള്ളവനാണ് നമ്മുടെ ദൈവം, നമ്മുടെ യേശുക്രിസ്തു, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അത് വർഷത്തിൽ ഒരിക്കലല്ല പ്രിയപ്പെട്ടവരെ. അതിന് ഉടമ്പടിക്ക് കാശ് കൊടുത്താൽ മാത്രമേ മാതാവ് നമ്മുടെ കൂടെ വരുമെന്നുള്ള ആ അന്ധവിശ്വാസം നമ്മൾ മാറ്റണമെന്ന് അപേക്ഷിക്കുക. നമ്മുടെ കൂടെ ഏത് നേരത്തുള്ള ആ മാതാവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഒന്നാമതായി വിശ്വസിക്കുക. 2, വിദേശത്ത് എവിടെയോ ഒരു രാജ്യത്ത് മലയാളി കമ്മ്യൂണിറ്റി 51 കിലോയുള്ള ജപമാല അത് ചുമന്നുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്ന ഒരു വീഡിയോ കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ 51 അല്ല 101 കിലോയുള്ള ജപമാല ചുമന്നുകൊണ്ട് ജപമാല അർപ്പിച്ചാലും മാതാവും യേശുവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ മാതാവിനും യേശുവിനും സാക്ഷ്യം വഹിക്കുക. സ്വന്തം അമ്മ അല്ലെ അമ്മായിമ്മയെ രോഗിയായി കിടപ്പുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുവാൻ, അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ സാധിക്കാതെ ആ സഹനം മാറ്റിവെച്ചിട്ട് 51 അല്ല 101 കിലോയുടെ ജപമാല ചുമന്നാലും, ആ ചുമന്നിട്ട് നിങ്ങൾ ജപമാല ചെല്ലിയാലും മാതാവ് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾ മാറ്റണം. നമുക്ക് ത്യാഗങ്ങൾ സ്വീകരിക്കുവാൻ, നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാൻ ക്രിസ്തു പറഞ്ഞു, നിന്നെ വെറുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള സഹനങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല. എന്നിട്ട് നമ്മൾ ഭക്തപ്രകടനം നടത്തുന്ന ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്തണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞു, നമ്മളുടെ തകർച്ച, നമ്മുടെ നാശം, നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ കാരണം മണർകാട് പള്ളിയിൽ കിടന്ന് ഈ മാതാവിന്റെ തിരുസ്വരൂപം തുറക്കപ്പെടുമ്പോൾ അലറുന്ന ഓരോ വ്യക്തിയും ചിന്തിച്ചേ, എന്തേ എനിക്ക് അനുഗ്രഹം കിട്ടാത്തത് ഒന്ന് ചിന്തിക്കേ. അത് ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപമാണ്. സങ്കീർത്തനം 107:17 പറയുക, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ രോഗികളായി മാറുന്നു.
പാപമാണ് നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. പാപമാണ് നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാത്തിന്റെ മൂല കാരണം പാപം, വെറുപ്പ്, വിദ്വേഷം. ഇതെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നു, ആ മാറ്റിയതിന് ശേഷമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു സഹോദരിയുടെ കാലിൽ ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടു. ആ ചേച്ചി ഹോസ്പിറ്റലിൽ കാണിച്ചു, അവരെ ഡ്രസ് ചെയ്തു, വിട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പഴുക്കുകയാണ്. വീണ്ടും ആ ഹോസ്പിറ്റലിൽ കാണിച്ചു, അവരെ ഡ്രസ് ചെയ്ത് വിട്ടു. വീണ്ടും കാല് പഴുത്തു. വല്ലാതെ ആ കാല് മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുക. പ്രിയപ്പെട്ടവരെ, ഒരു മേജറായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ചേച്ചി കാണിച്ചു. അവർ സ്കാൻ ചെയ്ത് ആ മുറിവിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഉള്ളിൽ ഒരു ഇരുമ്പിന്റെ ഒരു ചെറിയ തരി ഇരിക്കുക. ആ ഇരുമ്പിന്റെ തരി എടുത്തു കളഞ്ഞപ്പോൾ, എന്നിട്ട് ആ ഹോസ്പിറ്റലുകാര് ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വ്രണം കരിയാൻ തുടങ്ങി. എന്തേ ആദ്യം 1-2 പ്രാവശ്യം ഡ്രസ് ചെയ്തിട്ടും ആ വ്രണം കരിയുന്നതിന് പകരം കൂടുതൽ പഴുക്കാൻ ഇടയായത്? ഈ ഇരുമ്പിന്റെ തരി ഉള്ളിലിരുന്നു. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പാപവുമായി നമ്മൾ ചുമന്നോണ്ട് നടക്കുമ്പോൾ, മണർകാട് പള്ളിയല്ല, കൃപാസനമല്ല, ലോകത്തെവിടെ പോയി എത്ര കിലോ ഉള്ള ജപമാല റാലി ജപമാല ചുമന്നാലും കുരിശു ചുമന്നാലും അനുഗ്രഹം പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവോ പരിശുദ്ധ അമ്മയോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ആദ്യം ക്രമീകരിക്കുക. ചെത്തിക്കളയേണ്ടതിനെ ചെത്തിക്കളയുക, എടുത്തു കളയേണ്ടതിനെ എടുത്തു കളയുവാൻ തീരുമാനിച്ചാൽ ആ നിമിഷം കർത്താവായ ക്രിസ്തു എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു അച്ചായൻ മരിക്കാനായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പ്രായാധിക്യം ചെന്ന് 95 വയസ്സായി. അദ്ദേഹം പ്രായാധിക്യത്തിൽ കിടക്കുമ്പോ മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി, ചെവിയുടെ കേൾവിയൊക്കെ വളരെ കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു 2 ആഴ്ച മേലായി അദ്ദേഹം ഇങ്ങനെ കട്ടിലെ കിടന്നുകൊണ്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ടുന്നു. തലയിട്ട് അടിക്കുക, ഇങ്ങനെ തലയിട്ട് അടിക്കുക. 2 ആഴ്ചയായി. അപ്പോ ഒരാൾ പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് രാത്രി ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളോടും ചെന്നു. ആ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ട് പറയാനായിട്ടുള്ള ശക്തിയില്ല, ചെയ്യില്ല. അപ്പോൾ പുള്ളിയുടെ മുഖത്തിൽ നിന്ന് നമ്മൾ വീക്ഷിച്ചെടുത്തു. മുഖത്തിന്റെ ആ പ്രതികരണം കണ്ടപ്പോ പുള്ളിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വീണ്ടും ഒരു ചിന്ത ദൈവം തോന്നിപ്പിച്ചു. വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരു ചിന്ത തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ചെവിയുടെ അടുത്ത് പോയി ഒച്ചത്തിൽ ചോദിച്ചു, അച്ചായന് വല്ലവരോടും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ വിശ്വാസത്തിൽ കണ്ട് അപ്പച്ചൻ പറയണം, അവരോട് ഞാൻ ക്ഷമിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോ, ഈ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മരിക്കാൻ കിടന്ന ആ അപ്പച്ചന്റെ ആ അച്ചായന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പച്ചൻ ആരോടോ ക്ഷമിക്കാനുണ്ടായിരുന്നെന്നും അവർക്ക് ക്ഷമ കൊടുത്തെന്നും എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അച്ചായന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൂടെയും അടുത്തിരുന്ന് ഞങ്ങള് സങ്കീർത്തനങ്ങള്, ഈ മരണാവസ്ഥയിൽ കിടക്കുന്നവർക്കുള്ള, രോഗികളായിട്ടുള്ളവർക്കുള്ള സങ്കീർത്തനങ്ങളുണ്ട്, അതിങ്ങനെ ചെല്ലാൻ തുടങ്ങി. ഒരു 2-2.5 മണിക്കൂർ അങ്ങനെ സങ്കീർത്തനങ്ങളെല്ലാം വായിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, എൻ്റെ ചെരുപ്പ് ഇടാനായിട്ട് അവരുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മകന്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഒന്ന് അകത്തോട്ട് വരണം, അച്ചായൻ എന്തോ ഒരു വിഷമം തോന്നുന്നു പറഞ്ഞു.
തിരിച്ച് ഞാൻ ഉടനെ തന്നെ അകത്തോട്ട് കയറി ചെല്ലുമ്പോ ഞാനാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരുമ്മി അടച്ച് ആ അപ്പച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു, മരിച്ചു. പിറ്റേ ദിവസം ആ അപ്പച്ചന്റെ ശവാടക്കിൽ ഞാൻ പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞ് ശവാടക്കെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ വന്നപ്പോൾ മകന്റെ ഭാര്യ എന്നോട് പറയുകയാണ്, ജോപ്പൻ, നീ ഇവിടെ വന്നത് വലിയൊരു അനുഗ്രഹമായി പോയി. എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോ ആ ചേച്ചി പറയുകയാണ്, ഈ അച്ചായന്റെ കിടപ്പിൽ അച്ചായൻ മൂത്രമൊഴിക്കും, അപ്പിയിടും. അപ്പോൾ ഈ ചേച്ചി ക്ലീനാക്കും, ബെഡ്ഷീറ്റ് എല്ലാം മാറും. ഇങ്ങനെ ക്ലീനാക്കി ബെഡ്ഷീറ്റ് മാറ്റി ഒരു 15 മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഇതുപോലെ യൂറിൻ പാസ് ചെയ്യും, അപ്പിയിടും, അവിടെ എല്ലാം ഇതാവും. അപ്പം ഈ ചേച്ചി ഇതെല്ലാം എടുത്ത് കഴുകണം, കാര്യങ്ങള് ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോ ഈ ചേച്ചി ചോദിച്ചു, അച്ചായ ഇതെന്താണ്? ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ, ഇതെല്ലാം മാറിയതല്ലേ ഉള്ളൂ. ചേച്ചി ഇച്ചിരി ദേഷ്യപ്പെട്ട അച്ചായനോടൊന്ന് സംസാരിച്ചു പോയി. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഈ അച്ചായൻ പറയുക, നിന്നെ ഞാൻ തൂറിത്തോപ്പിക്കോടിയെന്ന്. എന്നാലോചിച്ചേ. അപ്പോൾ ആ അച്ചായനും മകന്റെ ഭാര്യയോട് എന്ത് ചെയ്തു? ഭയങ്കരമായ വെറുപ്പ് ഉണ്ടായി. അപ്പോൾ ഈ മനുഷ്യൻ നല്ലൊരു അച്ചായനായിരുന്നു, പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും മറ്റുള്ളവരോടൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമുള്ള ആളല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ദൈവത്തിന് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കണം. അപ്പൊ ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു പാപമോചനം ലഭിക്കപ്പെടണം. അങ്ങനെ ആ മരണാവസ്ഥയിൽ ആ മനുഷ്യൻ പാപം ആ മകന്റെ ഭാര്യയ്ക്ക് മാപ്പ് കൊടുത്തപ്പോൾ ആ 2.5 ആഴ്ച മരിക്കാൻ വേണ്ടി തലയിട്ട് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗം, ദൈവം ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിച്ചു. രണ്ടാമതായിട്ട് എന്റെ അനുഭവങ്ങളാണ്, നേരിൽ കണ്ട 1-2 അനുഭവം പങ്കുവെക്കുക. കോട്ടയം മെഡിക്കൽ കോളേജില് ഇതുപോലെ തന്നെ ഒരു ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന രോഗി. ആ വ്യക്തി ഇതുപോലെയാണ്, മരിക്കുന്നില്ല. ദിവസങ്ങൾ, നാളുകളായി ആ മനുഷ്യൻ പ്രാഗി കിടക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമ കൊടുത്ത് ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും ആ മനുഷ്യൻ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെയും ദൈവം സ്വീകരിക്കാനിടയായി. അതുകൊണ്ടാണ് സങ്കീർത്തനം 39:11 പറഞ്ഞത്, പാപം മുഖാന്തരം നിന്നെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് പ്രിയങ്കരമായതിനെ എല്ലാം കീടത്തെ പോലെ നശിപ്പിക്കപ്പെടും. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമമിടാകുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു പന്തം അത് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ പന്തത്തിൽ ഒരു പ്രാണി പോലും വന്ന് കയറത്തില്ല. ഒരു പ്രാണി പോലും കത്തുന്ന ഒരു പന്തത്തിൽ വന്ന് അടുക്കത്തില്ല. മറിച്ച് ഈ പന്തം കെടുത്തി വെച്ചാൽ ആ പന്തത്തിൽ എന്ത് ചെയ്യും? തീപ്പന്തത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. തീപ്പന്തം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാണിയും അടുക്കുന്നില്ല. മറിച്ച് അത് കെടുത്തി മാറ്റി വെച്ച് കഴിയുമ്പോൾ, എണ്ണ നമ്മൾ ഒഴിച്ചിട്ടാണല്ലോ തീപ്പന്തം കത്തിക്കുന്നത്. അപ്പോൾ ആ കെട്ടിരിക്കുന്ന പന്തത്തിലേക്ക് എന്ത് ചെയ്യും? പ്രാണികൾ വന്ന് കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ പാപത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക തകർച്ചകൾ, അങ്ങനെ പലവിധ തകർച്ചകൾ നമ്മളിലേക്ക് വന്ന് കയറും, നമ്മുടെ കുടുംബത്തിലേക്ക് കയറും. നമുക്കൊരു ഉയർച്ചയും ലഭിക്കത്തില്ല. മറിച്ച് നമ്മുടെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഒരു അന്ധകാര ശക്തിക്കും കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലെ സമാപനത്തിൽ എങ്കിലും ഒരു തീരുമാനമെടുക്ക്. ഈ ഭക്ത അഭ്യാസ പ്രകടനം നമ്മൾ നിർത്തൂ. 50 കിലോയുടെയും 150 കിലോയുടെയും കുരിശോ ജപമാലയോ ചുമക്കുന്ന പ്രവണത അവസാനിപ്പിക്കൂ. എന്നിട്ട് സ്വന്തം ജീവിത പങ്കാളി, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന സഹനങ്ങൾ, കുരിശുകൾ, അത് ഈ 150 കിലോ കുരിശിനേക്കാൾ വലിയ സഹനമായിരിക്കാം.
പക്ഷേ അത് സന്തോഷത്തോടെ വഹിക്കുമ്പോൾ ക്രിസ്തു സന്തോഷിക്കുന്നു. ആ എന്നെ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിയെ ഞാൻ ഹൃദയപൂർവ്വം സ്നേഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു. അമ്മായിമ്മ, പ്രായം ചെന്ന അമ്മായിമ്മ, അവരുടെ ബലഹീനതയോടുകൂടി, അവരുടെ കുറവുകളോടുകൂടി അവരെ ശുശ്രൂഷിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, 150 കിലോ കുരിശ് ചുമക്കുന്നേക്കാൾ, 150 കിലോ ജപമാല ചുമക്കുന്നേക്കാൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു. ഈ അമ്മായിമ്മയെ ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ, സ്നേഹത്തോടെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ അയലോക്കത്തുള്ള വ്യക്തികൾ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ അവരെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, പാപത്തിന്റെ കുടം അത് വലിച്ചെറിയപ്പെടണം. അല്ലാതെ ഈ പാപമെല്ലാം നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത്, നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഈ ഭക്താഭ്യാസം നിർത്തണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, എന്റെ കൽപ്പന അനുസരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജനന തിരുനാളിന്റെ സമാപന ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ മണർകാട് പള്ളിയിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ തുറക്കുമ്പോൾ മാത്രം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയാണെന്നുള്ള വിശ്വാസം മാറ്റണം. ഒരു വർഷത്തിലല്ല, ഏതു നേരത്തും നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയ്ക്കോ യേശുവിനോ ഉടമ്പടി പ്രകാരം കാശ് വെച്ചിട്ട് അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസവും മാറ്റിയിട്ട് പാപത്തെ വെറുത്തുപേക്ഷിച്ച് നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം സ്വീകരിക്കും. അത്ഭുതങ്ങൾ വീട്ടിലേക്ക് ദൈവം ഇറക്കും. അതിന് ഞാൻ സാക്ഷിയാട്ടോ. ദൈവം അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഓൺലൈനിൽ വന്ന തങ്കച്ചായനെയും പിന്നെ വേറെ ആരോ സഹോദരനുണ്ട്, നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും കുടുംബത്തെ ഓർക്കണമേ എന്നും അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.